വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഹലോ, റേയ് സാറേ, ഇത് ജോസഫാണ്. ഇന്നലെ ഞാനവിടെ വന്നിരുന്നു, പക്ഷെ സാറിനെ കണ്ടില്ല. സാറേ, ആ ശിവൻകുട്ടിയുടെ കേസ് ഞാൻ പറഞ്ഞിരുന്നേ, ഒരു പാവപ്പെട്ട കുടുംബമാണേ. നല്ലൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ ബില്ല് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതേ. അവർക്ക് അടയ്ക്കാനായിട്ട് തീരെ നിവൃത്തിയില്ല. സാറിനെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ വളരെ ഉപകാരം സാറേ. ഞാൻ സാറിനെ വിളിച്ചോളാം. ഓക്കെ 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 ശരി. എന്തൊക്കെയുണ്ട് ജോസഫേ? സുഖം തന്നെയാടാ. അല്ല, നീ എവിടെ പോണു? എടാ, എൻ്റെ പെങ്ങളുടെ കല്യാണമാണേ. ഇത് ഞാനറിഞ്ഞില്ല. എങ്കിതേ ഇപ്പം പറഞ്ഞിരിക്കുന്നു. ഇവിടെ വെച്ച് പറയുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. എന്ത് വിരോധന? എൻ്റെ വീട് വരെ വരുന്നത് നിനക്ക് ഒഴിവാക്കാലോ. അല്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരായിരുന്നാണ്. അപ്പം നമ്മ ഇവിടെ വെച്ച് കാണുകയും ചെയ്തു. ഞാനിപ്പോൾ വിവരങ്ങളൊക്കെ പറയുകയും ചെയ്തില്ല. ഞാനിപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോണേ, അതായത് അമ്മയുടെ ആങ്ങള കല്യാണം പറയാനായിട്ടേ. പിന്നെ എന്നെ നീ ഇങ്ങനെ കല്യാണം വിളിച്ചെന്ന് കരുതി ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലടാ, എന്നാണ് കല്യാണം? വരുന്നതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച അല്ല, അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച. എന്ത് വിളിയാണത്? ഇന്ന് വെള്ളി, വരുന്ന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ 8, 9, 2 ദിവസം കൂടി പിന്നത്തെ ഞായറാഴ്ച. അല്ലല്ലല്ലല്ല, അതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച. എടാ, ഞാനൊന്ന് പറയട്ടാ, അതിൻ്റെ ഇടയിൽ കയറി പറയല്ലേ. 7, 2, 9, പിന്നെ ഒരു 7 കൂടി, ഒരാഴ്ച. അപ്പോൾ 16 ദിവസം. അതെ, ഇന്നത്തെ കൂടാതെ ഇനി 16 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ പെങ്ങളുടെ കല്യാണം. അതിന് ഈ മാസം 23 ഞായറാഴ്ച എന്നങ്ങോട്ട് പറഞ്ഞാൽ പോരെ. ഈ പഴയ കാരണന്മാരൊക്കെ പറയണ പോലെ വരുന്നതിൻ്റെ പിന്നത്തേൻ്റെ അതിൻ്റെ പിന്നത്തേൻ്റെ ഞായറാഴ്ച എന്നൊക്കെ പറയാം. നാണമില്ലടാ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. എടാ, മനുഷ്യനെ വട്ടുപിടിപ്പിക്കില്ലട്ടാ. അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും സംഗതി ഈ മാസം 23 എൻ്റെ പെങ്ങളുടെ കല്യാണമെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അപ്പം പിന്നെ ഞാൻ ചെല്ലാതെ നോക്കട്ടെ. പിന്നെ എടാ, ഒരു കല്യാണം എന്ന് പറഞ്ഞാലേ ഒരു സഹോദരന് ഒരുപാട് ടെൻഷനുള്ള കാര്യങ്ങളാണ്. അതിനിടയിൽ നിന്നെപ്പോലത്തെ ആളുകൾ കല്യാണം വിളിച്ചതിൻ്റെ പേരിൽ ഒരു സഹോദരന് ഇങ്ങനെ ടെൻഷൻ കൊടുക്കരുത്. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. സോറിടാ. എന്താടാ, വല്ല സ്വർണ്ണോ ക്യാഷോ ഒക്കെ ഈ കല്യാണത്തിന് തയ്യാനുണ്ടോ? അല്ല, നീ ടെൻഷനാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. കാശൊക്കെ ഏതാണ്ട് ആയതാണ്, പക്ഷേ സ്വർണം കുറച്ചും കൂടിയൊക്കെ വേണം. എല്ലാം ശരിയാവൂടാ. ഞാൻ പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കണം. ഹലോ, അതെ, അത് ജോസഫാണ്. അല്ല, അത് പിന്നെ സാറേ, ഞാൻ തരാം സാറേ. ബാക്കി ആൻറ്റിയോടെ ഉള്ളൂ, അത് കുറച്ച് ടൈറ്റായി പോയേ. അല്ല, അല്ല സാറേ, ഒരു പ്രാവശ്യം ക്ഷമിക്കും. അല്ല, ഞാൻ തരും. 1000 രൂപ കഴിവുള്ളത് കൊടുത്തു തീർക്കാൻ ഇല്ലാത്തവനാണ് എൻ്റെ കാര്യം പ്രാർത്ഥിച്ചും പ്രാർത്ഥിപ്പിച്ചും ഒക്കെ നടത്താൻ പോണത്. ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. യാക്കോബ് 3-ാം അധ്യായം 8-ഉം 10-ഉം വാക്യങ്ങൾ. അല്ല സാർ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ ആൻറ്റോ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ ഓക്കെ. ഹലോ,
ഫോൺ തലതിരിച്ചു പിടിച്ചതാ. ഇനി എന്ത് കാണാനായിട്ട്? സാറേ ഹ, ആ ഹലോ നമുക്ക് ആ അങ്ങനെ ചെയ്യാം സാറേ. ജോണാണ്. ആ അപ്പോൾ ഞാൻ ശരി ചെല്ലട്ടെ. അപ്പച്ചനകത്തുണ്ട് ചെല്ല്. ആ പറഞ്ഞോ. സാറേ ആ നിങ്ങൾ ഷോപ്പിൽ വന്നിട്ടുണ്ടോ? പണി കഴിഞ്ഞാ സാറിന്റെ വർക്ക് തുടങ്ങുകയാണ്. ഞാനിന്ന് ഷോപ്പിൽ വന്നിട്ടില്ലേ. ഇട്ട് സാറേ ഇളയ മകള് പ്രസവിച്ചു. ഉടനെ തുടങ്ങിയേക്കാം. ആ അതെ അതെ. ഫയലിംഗ് തീരണമല്ലോ സാറേ. ഇല്ലില്ല, സാറിന്റെ വർക്ക് ഭാര്യ അങ്ങോട്ട് പോയിരിക്കുക. വർക്ക് എടുക്കണോളൂ. മൂത്ത മകളും ഭർത്താവും ഇവിടെ ഉണ്ട്. ആ ശരി സാറേ. അവരിവിടെ അടുത്താണല്ലോ. കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ടേ മേഴ്സിയും ഹലോ ജെയിംസും കൂടെ പോന്നു. ഈയിടെ നീ എവിടെയത്? അല്ലല്ല, എത്തിയോ നീ സൈഡില്? ഞാൻ ഷോപ്പിലേക്ക് വരും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആ, നീ അവിടെ എത്തി വിളിക്ക്. ആ പോര്, ലോറൻസ് ഷോപ്പിലേക്ക് പോര്. ആ, ശരി ശരി. ആ 4 മണിക്ക് തന്നെ പോര്. അവിടെ വെച്ച് സംസാരിച്ച് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാം. അതെ സാറേ, നമ്മളെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നോളും. അതിന് സാറൊന്നും അത്ര പറയേണ്ട കാര്യമില്ലെന്നേ. അത് വേണ്ട വിധത്തിൽ ചെയ്തു തരാം. ഓക്കെ, അത് ചെയ്തു തരേണ്ട പ്രോജക്റ്റിൻ്റെ പ്ലാനും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് സാറേ. പിന്നെ എന്താ കുഴപ്പം? ആ അല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാം. അത്രയുള്ള കാര്യമല്ലേ ഉള്ളൂ. ഓ അത് സംസാരിച്ച് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാം. ആ അതൊന്നും കുഴപ്പമില്ലെന്ന്. ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഫസ്റ്റ് പേയ്മെൻ്റ് എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? മതിയെന്ന്. അത് പിന്നെ എനിക്കറിയില്ലേ. ഇത് പിന്നെ ലോറൻസിൻ്റെ സ്വന്തം കാര്യമല്ലേ, ഞാനത് ചെയ്യാതിരിക്കുമോ? ആ ഏതായാലും കടയിലേക്ക് വാ. അതെ, കടയിൽ നിന്ന് എന്നെ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെ പെങ്ങളുടെ മകനും വന്നിട്ടുണ്ടേ. അല്ല, അവൻ വന്ന് കയറിയുള്ളൂ. അപ്പം ശരി എന്നാ. ഓ ആ ശരി. കടയിൽ നിന്ന് സാധനങ്ങളെ കടമായിട്ട് എടുക്കാൻ വിളിച്ചതാ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കട്ട് ചെയ്യണ്ടേ? ഫോൺ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യട്ടെന്ന് കരുതിയാ നീ വന്ന കാര്യം പറഞ്ഞു. അപ്പം അവന് നീ വന്നത് എന്തിനാണെന്ന് അറിയണം. ആ, അല്ല അച്ചാ ഞാൻ വന്നതേ മറ്റേ വെറുതെ ലോഹ്യം കാണിക്കാനാണെന്നേ. ആദ്യം ഒരു എമൗണ്ട് തരും, പിന്നെ ക്യാഷ് വാങ്ങിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പാർട്ടിയുടെ കയ്യിൽ നിന്ന്. അതാ ഞാൻ അവർ കടയിൽ നിന്ന് വിളിച്ചപ്പോൾ ആ കാര്യവും പറഞ്ഞത്. ഓ എന്നിട്ടും വിടണ്ടേ? ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കല്ലേ. എടാ ഇതേ ഒരു മിനിറ്റ്, ഞാൻ കടയിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ. 7-8 വർഷമായി കൂടെ നിൽക്കുന്നവനാ. എന്തിന് ഏതിന് സംശയം. പിന്നെ ആ പെങ്കൊച്ച് കുഴപ്പമില്ല. ഞാൻ അവിടെ ഇല്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ അവൾ ഡീൽ ചെയ്തോളൂ. ഇത് കിട്ടുന്നില്ലല്ലോ, ഇത് വെറും കടം. ആ കൊച്ചാണിങ്ങണ്ടല്ല ഇന്ന് ലീവും. എടാ മേഴ്സി മോളെ അകത്തുണ്ടാ. മോളെ മേഴ്സി, എന്തോ ഓൺലൈൻ ബിസിനസിന്റെ വർക്കൊക്കെയാണെന്നാ കേട്ടേക്കണേ. ഒന്നുകിൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യായിരിക്കും. അല്ല അച്ചാ ഞാൻ വന്നതേ. ആ അതെ, കടയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഞാനിതൊന്ന് അറ്റൻഡ് ചെയ്തു. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഫിലിപ്പി 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതെ അച്ചാ, അത് നമ്മുടെ റീത്തയുടെ ഈ കല്യാണത്തിന്റെ കാര്യം. പറയ നിക്സ. ഓ എന്നിട്ടത് വാങ്ങി വെച്ചോ? ആ അത് നന്നായി. അവര് പോയോടാ? ഇന്ന് വേറൊന്നും എടുത്തില്ലല്ലോ. അല്ല, എന്നിട്ട് നിന്റെ കാശ് വന്നാർന്നാ? എടാ, ഇന്ന് എടുത്തുകൊണ്ടുപോയ സാധനങ്ങൾക്ക് കാശ് തന്നോന്ന് ഇല്ലേ? കണ്ട എടാ മണ്ട, അതിന്റെ കാശ് വാങ്ങിക്കണ്ടേ? എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. നീ ഫോൺ കട്ട് ചെയ്തേ. മിണ്ടരുത്. ഫോൺ കട്ട് ചെയ്യടാ. ഞാൻ അവരെ വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ബാക്കി അപ്പേ. എടാ ഇങ്ങനെയുള്ളവർ ഓരോരുത്തരുണ്ടായ പിന്നെ ഞാൻ എന്ത് ചെയ്യും?
എടാ ആൻഡോ, ആ. നേരത്തെ സാധനങ്ങൾ എടുത്ത വകയിലേ 30,000 രൂപ എനിക്ക് തരാനുണ്ട്. എന്നിട്ട് 10,000 രൂപ കൊണ്ടുവന്ന് കൊടുത്തു. വീണ്ടും 35,000 രൂപയുടെ സാധനങ്ങൾ എടുത്തേക്കണു. ഇവനൊരു കോണ്ടാക്ടറാ, ഒരു നെൽസൺ. കണ്ണ് തെറ്റിയ ഈ തരം പരിപാടിയാ. ഛേ, ഇത് കിട്ടുന്നില്ലല്ലോ. എൻ്റെ അപ്പ, ഇത് വേറെ ഒന്നുമല്ല. 30,000 രൂപ കടം പറഞ്ഞതേ അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയായിരിക്കും. പക്ഷേ കടയിൽ കടം പറഞ്ഞിട്ടേ പാർട്ടിയുടെ ഇന്ന് സാധനം എടുക്കാൻ ഫുൾ എമൗണ്ട് മാച്ചിട്ടുണ്ടാവും. അപ്പോൾ 30,000 രൂപ അവൻ്റെയൊക്കെ എടുക്കും. ഇപ്പം അടുത്ത ആൾക്ക് വേണ്ടി 35,000 രൂപ സാധനം എടുത്തിട്ടേ ഫുൾ കാശും മേടിച്ചെടുക്കും. കടയിലെ പഴയ കാശേ 10,000 കൊടുത്തിട്ടേ 35 കടം പറയും. ബാക്കി 25 അവൻ്റെ കയ്യിലിരിക്കും. ഞാനും ഒരു കോൺട്രാക്ടറാണ്. ഈ അപ്പച്ചൻ്റെ കടയുണ്ടല്ലോ, അവനൊരു അക്ഷയപാത്രമാണ്. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? മിക്ക 6-ാം അധ്യായം 8-ാം വാക്യം. അയ്യേ, പക്ഷേ ഈ വക പരിപാടികളെ നമ്മൾ കാണിക്കില്ല. ഞാൻ നേരെ വാ നേരെ പോ. ആ ഹലോ, എൻ്റെ ജെയിംസേ, എടാ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എടാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതൊക്കെയല്ലടാ നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് പിന്നെ നീ എന്താ ഇവൻ ജെയിംസ് പറഞ്ഞപ്പോഴാ ഞാൻ ആ വഴിക്ക് ചിന്തിക്കുന്നത്. ഞാനേ അക്ഷയപാത്രം. ഈ കാര്യത്തിലേ ഇനി ഞാൻ അവൻ്റെ അന്ധകനാ. ദേ വിളിക്കണം. ഹലോ. അയ്യോ, ഇപ്പൊ കൊണ്ടുവന്ന് തന്നു. കാശൻ്റെ ദാ മടിയിലിരിക്ക. ഭാഗ്യായിന്നോ? എടാ നെക്സാ, എൻ്റെ വാലിരിക്കുന്നത് നീ കേൾക്കും. ഇനി ഇങ്ങോട്ട് വിളിച്ചാണ്ടല്ല, കൊല്ലും ഞാൻ. എന്നെ കൊണ്ട് നീ അവരൊന്ന് വിളിപ്പിക്കുവോ? കട്ടിക്കടാ. എൻ്റെ അടുത്ത കളി. ഹലോ. എടാ നെൽസ, നീ എന്ത് മര്യാദകടാ കാണിച്ചത്? എടാ നിക്സൺ, നിനക്കെന്നെ മനസ്സിലാകുന്നില്ല. കടയിൽ വന്നിട്ട് എടാ ഈ കാശ് മുടക്കുന്ന ഞാനാണ്. പൈസ കൊടുക്കാതെ സാധനങ്ങൾ മേടിച്ചോണ്ട് പോകണം. എന്ത് മര്യാദകടാ നീ കാണിക്കണത്? ഇത് എത്ര പ്രാവശ്യമായിട്ടാ? എത്ര കുടിശ്ശിക നീ എനിക്ക് തരാനുണ്ട്? എടാ നിക്സൺ, നീ ഇനി ആ പരിപാടി മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. കാര്യങ്ങൾ എങ്ങനെ സെറ്റാവും? കടം മേടിക്കാൻ നടക്കണം. കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ നിന്റെ ഈ വക ഞാൻ തരില്ല. അത് നടക്കില്ല കേട്ടോ. കംപ്ലീറ്റ് പൈസ തന്നെ ഒന്ന് എന്ന് ഓരോ അവധി പറഞ്ഞു. ഇത് അവള് മേഴ്സിയോട് പറഞ്ഞിട്ടേ സ്ഥലം വിടാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വരും. വെറുതെ കൊണ്ടുപോകുന്നതല്ല, കാശാണ്ട് മുടക്കിയതാ. അങ്ങനെ നിന്റെ കളിപ്പിക്കൽ എൻ്റെ അടുത്ത് നടക്കില്ല. നിനക്ക് ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? എൻ്റെ ക്യാഷ് കംപ്ലീറ്റ് തീർത്തു തരണം നാളെ. ഹലോ. പറയടാ. ഒരു മിനിറ്റ്, എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ടുണ്ടേ. ചേട്ടാ, ഞാൻ ഇച്ചിരി ഏർജന്റ് വർക്കാണേ. ഇല്ലല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. എൻ്റെ ഒരു കസിൻ ചേട്ടൻ വന്നിട്ടുണ്ടേ. അല്ലല്ല, അത് ഞാൻ ചെയ്തോണ്ടിരിക്കായിരുന്നു. അതെ അതെ. എടാ, ഞാൻ പിന്നെ വിളിക്കാവേ. ഞാൻ കട്ട് ചെയ്യുവാ. ഞാൻ പിന്നെ വിളിച്ചോളാം. പിന്നെ വിളിച്ചോളാം. ഓക്കെ, അത് ശരിയാവും. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ ഏട്ടാ, ശരി, വിളിക്കാം.
ആൻഡ്രു ചേട്ടാ ആ. ഒരു ഏർജന്റ് വർക്കാണേ, ഉം. അപ്പൊ അതുകൊണ്ട് ഉം. ആ ഹലോ. ആ അതെ. ആ ചായ. ആ കുഴപ്പമില്ല, സംസാരിച്ചു. ആ അല്ലത് ഞങ്ങൾ പോയില്ല. ആ ഞങ്ങൾ വൈകിട്ടേ പോവുള്ളൂ. അവിടെ ഇപ്പൊ അമ്മച്ചി അപ്പച്ചനുണ്ടല്ലോ. ഛേ, ഇത് എന്തൊരു ഫോണും വിളിയാണ്, ഒടുക്കത്തെ ഫോണും വിളിയാണ് എല്ലാവരും കൂടി. ഇല്ല ഇല്ല ഇല്ല. ആ ഹോസ്പിറ്റലിൽ ചെന്നാ മതി. അവിടെ ചെന്നിട്ട് അമ്മച്ചിനെ വിളിച്ചാൽ മതി. അപ്പൊ റൂം ഏതാന്ന് പറഞ്ഞു തരും. ആ ഇന്നില്ലായിരുന്നല്ലോ. ആ ഞാൻ വീട്ടിലുണ്ട് ഇപ്പോ. മോള് വരണമല്ലോ. ആ ഞങ്ങൾ വൈകിട്ട് പോവും, ഒരുമിച്ചേ പോവുള്ളൂ. അതല്ല അന്ന് തന്നെ ശരിയായി. പിന്നെ ഞാൻ സമയത്ത് കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചോണ്ടു പൈസ കംപ്ലീറ്റ് തരണ്ടേ? പൈസ ആ ഹലോ. ആ പറഞ്ഞോ. ആ സാറേ വർക്ക് തീർന്ന് കിടക്കാണ്. ആ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ അത് ഞാൻ ചെയ്തു തരാം. അതിപ്പോൾ തന്നെ അയക്കാം. ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ അയക്കാം കേട്ടോ സാർ. ആ അത് ലാസ്റ്റ് പോർഷനും കൂടി ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് അരമണിക്കൂറിൽ ഞാനിപ്പോൾ സെൻഡ് ചെയ്യാം. ആ ഞാൻ കൊണ്ടുവരാം, പോയിക്കോ. ഞാൻ കൊണ്ടുവരാം, പോയിക്കോ. പോ ചേട്ടാ ഒരു മിനിറ്റ്. പോ. അത് ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തിട്ട് പറയാം സാർ. ഉടനെ അയക്കാം, ഉടനെ അയക്കാം. മതി മതി, അരമണിക്കൂർ. നമ്മുടെ പാർട്ടിയുടെ ലെജർ കിട്ടാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയി പോയി. ഇതിനൊന്നും കഴുകിയല്ല കൊടുക്കണത്, കഴുകാതെ കൊടുക്കണേക്ക് നല്ലത്. പക്ഷെ എൻ്റെ ഒരു മര്യാദ. എപ്പോ തുടങ്ങി പോവാ? ഒരാള് വന്നേക്കാന്നുള്ള ഒരു വിചാരമില്ല. കയ്യില് കാശില്ലെങ്കിലേ എടുത്ത സാധനങ്ങൾ എനിക്ക് തിരിച്ചു തരണം. അതിന് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എടാ ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച ഞാൻ ചെയ്യാം. നിന്റെ അഭ്യാസമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ചെക്ക് ചെയ്തപ്പോഴേക്ക് ഇച്ചിരി ഡിഫറൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതിപ്പോ നോക്കിട്ട് ഇപ്പൊ തന്നെ പറയാം. കടയില് സാധനങ്ങൾ വാങ്ങുന്നതേ കാശ് കൊടുത്തിട്ടാ. കടം വാങ്ങിച്ചുകൊണ്ട് പോയാലേ അത് തിരിച്ചു കൊണ്ടുവന്ന് തരാൻ പഠിക്കണം. ഞാനിത് അവിടെ നിന്ന് എടുത്തു കൊടുക്കും. അപ്പൊ നീ മേടിച്ചോണ്ട് പോയി പോർത്തില്ലേ ഇത്? തട്ടിപ്പ് ഞാൻ സഹിക്കില്ല. അല്ല നീ എന്തിനാ കോൺവെന്റ് ജംഗ്ഷൻ പോയെന്തിനാന്ന്? ഇടത് ഇങ്ങോട്ട് നോക്കിയേ. ഇത് കോൺവെന്റ് ജംഗ്ഷൻ, ഇത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ. എന്താ ചായ? അല്ല പിന്നെ ഈയിടെ കോൺവെന്റ് ജംഗ്ഷനിൽ പോകേണ്ട നീ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഫോൺ വെച്ചടാ. നിനക്കെന്നെ ശരിക്കും അറിയില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം. അല്ല പിന്നെ ഒരു വക പരിപാടിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആവണ്ടേ? ഞാൻ വല്ലവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. 10,000 ഈ വക പരിപാടി ഒപ്പിച്ചു വെച്ചാ ഞാൻ എന്താ ചെയ്യാ? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ട. സൈഡിലേക്ക് പോകാൻ പറഞ്ഞ സൈഡിലേക്ക്, അല്ലാതെ നിനക്ക് തോന്നുന്ന സ്ഥലത്തേക്കല്ല പോകേണ്ടത്. എടാ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ നിന്റെ പട്ടിക്ക് പോലും വേണ്ട. ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടാ മാത്രം മതി. നീ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ വേറെ പണിക്കാരുണ്ടെന്ന്. എനിക്ക് അവരുടെ കാര്യം നടത്താനൊക്കെ എനിക്കറിയാം. ഇയാളെ പെങ്ങളെ കല്യാണം കൂടെ വരണ്ട. കാലത്ത് തുടങ്ങി ഫോർമുലയാണ് ഓരോ. മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളെല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അല്പബുദ്ധികളെ വകതിരിവ് പഠിക്കുവിൻ. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 4-ാം വാക്യം.
ഒരാളുടെ വിഷമം കണ്ടാലേ എനിക്ക് സഹിക്കില്ല ഏട്ടാ. ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ അതും എൻ്റെ ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിലേ അങ്ങനെ വിചാരിച്ചിട്ടാ. എൻ്റെ മുന്നേട്ട ഞാൻ പറഞ്ഞ കേൾക്ക്, എനിക്കിതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവൻ ആ തൊഴിലിൽ അവൻ്റെ മികവ് പറയുമ്പോൾ ഞാനത് വിശ്വസിച്ചു പോയി. അതാണ് ഞാനിതിൽ ഇടനിലക്കാരനായി നിന്നതും ദാസപ്പന് കാശ് കൊടുക്കാൻ ചേട്ടനോട് റെക്കമെൻഡ് ചെയ്തതും. ഇതിൻ്റെ കാര്യമല്ലേ, നമ്മൾ ഇടുന്ന എത്ര മീൻ കുഞ്ഞുങ്ങൾ അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജീവിക്കും, വളരും, മരിക്കും എന്നൊക്കെ പറയാൻ പറ്റുമോ? ആ ഒരു സെക്കൻഡ് എടാ ആൻറ്റോ, എടാ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കടാ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ ഹലോ ചേട്ടാ. അല്ല ചേട്ടാ, അവനെ അങ്ങനെ പറ്റിക്കണ ആളൊന്നുമല്ല ചേട്ടാ. എടാ ഒരു മിനിറ്റ്, അവൻ ഈ മീൻ കുഞ്ഞുങ്ങളെയാണല്ലോ വളർത്താൻ പോണത്. അല്ല ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ. അവൻ ഇനി ചെയ്യാൻ പോണത് ചെമ്മീൻ കൃഷിയാണ്. അതാണ് പ്ലാൻ. നല്ല അസല് നാടൻ ചെമ്മീൻ. ഏയ് ചേട്ടൻ 10 പൈസ അത് അവൻ ആരോ സഹായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞു, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവൻ ആദ്യം വീട്ടാൻ പോകുന്നത് ചേട്ടന്റെ കടവായിരിക്കും. അല്ല ഏട്ടാ അത് ഇനി നീ സംസാരിക്ക് കേട്ടാ. ഹലോ, അല്ല അത് ഈ പടക്കം മുട്ടിയതാണേ. ശരി ഏട്ടാ. എന്നാലും എടാ ആൻറ്റോ, നീ എന്നെ തല്ലിയ ശരിയല്ലടാ. എടാ ഒരാളെ വിളിച്ച് നിർത്തിയിട്ടേ ഇതിൻ്റെ അകത്ത് പ്രസംഗം നടത്തരുത്. എടാ പ്രസംഗം നടത്തിയതല്ല എടാ, അതായത് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കേൾക്കണ്ട. നീ എന്നെ വിളിച്ച കാര്യം പറയടപ്പാ. എടാ അതായത് നിന്റെ പെങ്ങൾക്ക് വേണ്ടി ഒരു 5 പവന്റെ സ്വർണം ഒരു 6 മാസത്തെ അവധിക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നടാ. ആ എന്നെയാണ് നീ തല്ലിയത്. എടാ അത് സോറിടാ. നീ സോറി ഒന്നും പറയണ്ട. എനിക്കിത് എപ്പോഴും കിട്ടണതാ. എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും അവസാനം എനിക്ക് ഇതാണ് വിധി. ആഹാ, അപ്പൊ നിനക്ക് ഇതൊക്കെ കിട്ടാറുണ്ടല്ലേ? ഞാനോർത്ത് ഞാനായിരിക്കും നിനക്ക് ആദ്യം ഒട്ടിക്കുന്നത് തന്നെയെന്ന്. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. 1 യോഹന്നാൻ 3:18 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.